ചേട്ടാ നമസ്കാരം. നമസ്കാരം. നേപ്പാളിൽ വലിയ സംഘർഷം നടക്കുകയാണ്. അവിടെ ഇതുവരെ അത് ശമിച്ചിട്ടില്ല. ബംഗ്ലാദേശിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അടുക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കലാപം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ കാരണം അമേരിക്കയാണ് എന്നുള്ള പല കോൺസ്പിറസി തിയറികളുമുണ്ട്. പല ആൾക്കാരും അത്തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എന്നായിരിക്കും ഈ കലാപം നടക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്തു. ബിജുചേട്ടൻ അത് വളരെ അക്കാഡമിക് തലത്തിൽ തന്നെ ഡീൽ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റ് ഡോസ് ഇട്ടത് ഇന്ത്യയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. അത് വളരെ കറക്റ്റ് ആയിരുന്നു, ക്ലിയർ ആയിരുന്നു. എന്നിരുന്നാലും ഈ ടെസ്റ്റ് ഡോസുകൾക്ക് ശേഷമാണല്ലോ ഇവർ യഥാർത്ഥത്തിലുള്ള ഡോസുകൾ ഇറക്കുന്നത്. ടെസ്റ്റ് ഡോസ് ഒക്കെ ചീറ്റിപ്പോയാലും യഥാർത്ഥത്തിലുള്ള ഡോസ് ഇറക്കാൻ ഇവർ മടിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഈ താരിഫിന് ശേഷം. ആദ്യം പോയത് അവിടെയാണ്. അവിടെ പോയി അവിടെ $550 ബില്യൺ നിക്ഷേപം അമേരിക്കയുമായിട്ടുള്ളത് അവർ കട്ട് ചെയ്തു. ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടായി. നമ്മൾ അതും ചർച്ച ചെയ്തതാണ്. പക്ഷേ റെജീം ചേഞ്ച് ഉണ്ടായത് കൊണ്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, നേപ്പാൾ ആവർത്തിക്കാൻ ജപ്പാൻ ഒരുങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്തവണ നേപ്പാളിൽ ജെൻസി ആണെങ്കിൽ ജപ്പാനിൽ ജെൻസി വളരെ കുറവാണ്. അവിടെ കൂടുതലും ഈ വയോധികരും വൃദ്ധന്മാരും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് ജപ്പാനിൽ. നമുക്കറിയാം, ജപ്പാൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഈ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയും ഈ ജപ്പാനീസ് മുഖമുള്ള ആൾക്കാരാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അവിടെ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോറിൻ ആയിട്ടുള്ള ആളുകൾ, വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങളാണ്. മുസ്ലിം കൺവേർഷൻ നടക്കുന്നുണ്ട്. 2011-നും 2019-ഇടയിലും 110% അവിടെയുള്ള മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ കലാപം അവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇവർ വിചാരിച്ചാൽ അത് നടക്കും എന്ന് കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ക്ഷുദ്രശക്തികൾക്ക് അറിയാം. പോരാത്തതിന് ഈ 110% അവരുടെ വളർച്ചാ നിരക്ക് ഉണ്ടെങ്കിലും അവരിപ്പോഴും അവിടെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഇപ്പോഴിത് അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഒരു ആവശ്യമില്ല, പെട്ടെന്നൊരു ദിവസം തെരുവിലിറങ്ങിയിട്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ജപ്പാൻ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ജപ്പാന് ചെറിയൊരു ഭയമുണ്ട് ഇതെങ്ങാനും വലിയൊരു കലാപത്തിലേക്ക് പോകുമോ എന്നുള്ളത്. കാരണം ഈ കലാപകാരികൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചേട്ടാ, ഈ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ഇപ്പൊ നേപ്പാളിലായിരുന്നാലും കൊട്ടാരം കത്തിക്കുക, അമ്പലം ആക്രമിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ജപ്പാനിൽ പിന്നെ അതേ ഉള്ളൂ, സാംസ്കാരിക കേന്ദ്രങ്ങളേ ഉള്ളൂ. അതൊക്കെ നശിപ്പിച്ചാൽ അതിനി റിവൈവ് ചെയ്ത് എടുക്കാൻ പോലും അവർക്ക് വലിയ സമയം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോ അത് ഒരു കാര്യം. ഈ ജപ്പാനിൽ അങ്ങനെ ഒരു കലാപം ഉണ്ടാവുന്നു, നേപ്പാളിന് ശേഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. ഇപ്പോഴിതാ നമ്മുടെ ഇന്ത്യയിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടണ്ട ബോംബ് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. 10 ദിവസം സമയം തരും. 10 ദിവസം. ഈ 10 ദിവസത്തിനകത്ത് പൗരത്വം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഇറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ നിന്ന് എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രക്ഷോഭം വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു. പ്രക്ഷോഭം ഉണ്ടായ വെടിവെക്കും, ഉറപ്പായിട്ടും വെടിവെക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. നിന്നെയൊക്കെ കൊണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിർത്തും, അവിടെ കിടന്ന് പ്രക്ഷോഭം നടത്തിക്കും, അതാകുമ്പോൾ ബംഗ്ലാദേശ് വെടിവെച്ചോളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു 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 സ്പാർക്ക്, ഒരു ചെറിയ ഒരു തീപ്പൊരി അവിടെ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ ചെറിയ തീപ്പൊരികളാണ് വലിയ തീപ്പന്തങ്ങളായിട്ട് മാറുന്നത്. ജപ്പാനിൽ ആ തീപ്പൊരി വീണ് കഴിഞ്ഞു. അതൊരു തീപ്പന്തത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ അത് വീണ് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് ചർച്ച ചെയ്തു, ഇതൊരു പുതിയൊരു ഡോസാണ്. ഇത് വീണ് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുക? അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ആ തീപ്പന്തം വീണ് കഴിഞ്ഞാൽ അത് നേരെ ബംഗാളിലോട്ട് പോകും. ബംഗാളിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ബാധിക്കും. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. എന്ത് സംഭവിക്കും ഇവിടെ? ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്, ശരിയായ ഒരു കാര്യമാണ്. ഇനി നടക്കാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു വലിയ സംഘർഷത്തിന്റെ സാധ്യതയാണ്. അതിന് കാരണം 2024 ഒരു റിപ്പോർട്ട് മുൻപ് ഉണ്ടായിരുന്നു. അതായത് ഈ RSSന്റെ ഒരു റിപ്പോർട്ട് എന്ന രീതിയിലാണത് പ്രചരിക്കുന്നത്. ഇപ്പൊ കേട്ടതല്ല, വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലം തുടങ്ങിക്കഴിഞ്ഞു. 2015-ലോ 16-ലോ ഒക്കെ നമ്മൾ കേട്ടൊരു കാര്യമാണ്. സത്യമാണോ അല്ലയോ നമുക്കറിയില്ല. അതിൽ പറയുന്നൊരു കാര്യം, 2024 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒതുങ്ങും, അല്ലെങ്കിൽ ഒതുക്കും. അവരുടെ സ്കെൽറ്റൻസ് ഉണ്ടാകും. അതായത് ഈ ഭീകരവാദികൾ, വിഘടനവാദി സംഘടനകൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ. 2025-ൽ മറ്റു ചില മതങ്ങളുടെ സംഘടനകളുണ്ട്. അതായത് മതം മാറ്റ ലോബികൾ, പൽപ്പൊടി മതം, അങ്ങനെയുള്ള ഇവാഞ്ചലിസ്റ്റിക്കിലുള്ള ചില ഗ്രൂപ്പുകൾ, പെന്തക്കോസ് വിഭാഗത്തിൻ്റെ ചില ഗ്രൂപ്പുകൾ, ഇവർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ ചില തീരപ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ഇത് ഇന്നൊന്നിലും തുടങ്ങിയ വർഷം.
2025 അവർക്കായി നീക്കിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം പറയുന്നു 2026-27 ആകുമ്പോൾ ഈ സ്കെൽറ്റനുകൾ നശിക്കില്ല, ഒതുങ്ങും എങ്കിൽ തന്നെയും സ്കെൽറ്റനുകൾ അവശേഷിക്കും. പിന്നീടുള്ള പ്രക്രിയ സ്കെൽറ്റനുകൾ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2024 ഈ തീവ്ര ജിഹാദികളുടെ ഇസ്ലാമിസ്റ്റുകളുടെ അത്തരം ആൾക്കാരുടെ ഒരു പകർന്നാട്ടവും പിത്തലാട്ടവുമായിരുന്നു. അത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് കരുതി പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ അവരുടെ സ്കെൽറ്റൻസ് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്. 2025 വരുന്നു. അതിനുള്ള പല ടെസ്റ്റ് ഡോസുകളും 2016 മുതൽ നടത്തി. അത് ടെസ്റ്റ് ഡോസുകൾ നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതീയപരമായ ഒരു ലഹള ഉണ്ടാക്കിയാൽ അത് എത്രത്തോളം ഇന്ത്യയിൽ എഫക്റ്റ് ചെയ്യും എന്നറിയാനാണ് രോഹിത് വിമലയും ഹസ്രത്തും ഉന്നാവോയും ഒക്കെ എടുത്തിട്ടുകൊണ്ട് മുമ്പോട്ട് വന്നത്. അതൊന്നും ഏക്കാതെ വന്നു. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം എടുത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാനാണ് പൗരത്വ ഭേദഗതി സമരവും മറ്റും എടുത്തത്. ഇന്ത്യയിലെ യുവാക്കളുടെ പൾസ് അറിയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അഗ്നിവീർ സമരം ചെയ്തത്. കർഷകരെ ഇളക്കിവിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു കർഷക സമരം. അങ്ങനെ ഓരോ സമരത്തിനും ഓരോ ടെസ്റ്റ് ഡോസ് ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ടെസ്റ്റ് ഡോസ് ആ രീതിയിലല്ല. അതിൽ കുറച്ചൊക്കെ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അടക്കമുള്ളവർ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. അത് ആസാമിലും ബംഗാളിലും മാത്രമല്ല, മണിപ്പൂരിലുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന മണിപ്പൂരിലും മറ്റുമൊക്കെ മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യകൾ മാത്രമല്ല ഉള്ളത്, ഈ പാൽപ്പൊടിക്കാരന്റെ മതത്തിൽ നിന്നുള്ളവരെയും കൊണ്ട് അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തായാലും ഈ പൗരത്വം നഷ്ടപ്പെടുമെന്ന ഘട്ടം വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഈ അക്രമത്തിലേക്ക് തിരിച്ചുവിടാൻ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. ഈ കോവിഡ് സമയത്ത് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഈ പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റ മണിക്കൂറിനകമാണ് രാത്രി വലിയ പ്രകടനം നടന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ. അതുപോലെ തന്നെ കേരളത്തിൽ പോലീസ് ജീപ്പ് കത്തിച്ചു, പോലീസ് ജീപ്പിന് മുകളിൽ കയറി താണ്ഡവമാടി. ഇതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് കഴിഞ്ഞത്. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അവരുടെ പണിക്ക് വരില്ല. പണിക്ക് വന്നാൽ അടങ്ങി ഒതുങ്ങി നിൽക്കും. ഇവിടെ വന്നിട്ട് ഈ കൊലപാതകം ചെയ്യുകയോ ഇല്ലെങ്കിൽ പ്രകടനം നടത്തുമെന്നോ അവർ ചെയ്യില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കുത്തിയിളക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കളിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് വേണ്ട മദ്യവും മയക്കുമരുന്നും എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കലാപം നടത്തുക, അവിടെ കത്തിക്കൂ, ഇവിടെ വെടിവെക്കൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യുമ്പോൾ ഭയന്നിട്ട് അവർ നിങ്ങൾക്ക് ഇത് തരും, സിറ്റിസൺഷിപ്പ് തരും എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞാൽ നെഞ്ചാന്തോളം നോക്ക് ഞാൻ അടിച്ചു തരും എന്ന് പറഞ്ഞ വെടിവെക്കും എന്ന് തന്നെ നേരത്തെ മുൻകൂർ ഏതെങ്കിലും ഒരു ഭരണാധികാരി പറയുമോ? പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയ വെടിവെച്ചിരിക്കും. നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വെടികൊണ്ട് ചത്തിട്ട് എരവാദം മുഴക്കിയിട്ട് കാര്യമില്ല. എരവാദം വരും, ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടന വരും, പിന്നെ വെടിയേറ്റവന്റെ പടം വെച്ച് പ്രൊഫൈല് വരും, കരഞ്ഞു മെഴുകും, മെഴുകുതിരി കത്തിക്കും, ഇതൊക്കെ വരും. ഇതൊരു ആചാരമാണ്, അത് നടക്കും. അത് നടന്നാലും ഇല്ലെങ്കിലും അവരത് ചെയ്യും. അത് മാത്രവുമല്ല, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുണ്ട്, അവരൊരു മണ്ടന്മാരോ ദുർബലരോ അല്ല. അവർ ഈ രാജ്യത്തുനിന്ന് ബ്രിട്ടീഷുകാരെയും മുഗളന്മാരെയും ഒക്കെ തുരത്തി ഓടിച്ചൊരു വീര്യം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ തെരുവിലിറങ്ങും എന്നുള്ള കാര്യം ഡൗട്ടാണ്, അല്ലാതെ യാതൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഈ ബഹുഭൂരിപക്ഷം എന്താണ് ഇവിടെ കാര്യം വെച്ചാൽ, ഈ മതപരിവർത്തനം നടത്തുന്നവരുടെ വിചാരം എന്ന് വെച്ചാൽ അവര് പാവങ്ങൾ, അവരൊന്നും ചെയ്യത്തില്ല, അവരെ ജാതി പറഞ്ഞൊക്കെ നമ്മൾ മാറ്റി നോക്കാം എങ്ങനെയുണ്ട്, അവർ ഒന്നും മാറില്ല. അതായത് അവര് പണ്ടോട്ട് അടിച്ചൊതുക്കിയിട്ടുണ്ട് ഈ ടീമുകളൊക്കെ. ഇനി കിട്ടാൻ പോകുന്ന അടി പഴയതുപോലെ ആയിരിക്കില്ല. നല്ല എണ്ണം പറഞ്ഞ അടിയായിരിക്കും കിട്ടുന്നത്. കരയാൻ പോലുള്ള സമയം കിട്ടില്ല. അതുപോലെ അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് വലിയ രീതിയിൽ നടക്കും. ഇതിനാക്കം കൂട്ടാനായിട്ട് മമതാ ബാനർജിയെ പോലുള്ള നേതാക്കള് ബംഗാൾ ഭാഷാ വിരോധം പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് വെസ്റ്റ് ബംഗാള്, വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ, അസാമില്, ഈവൻ മണിപ്പൂർ ഇപ്പൊ ഇനി ആ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് അവിടെ പിന്നെ അതിനുള്ളൊരു സ്കോപ്പ് ഇല്ല, നിലവിലില്ല. പക്ഷെ അവരവിടെ ഉണ്ട്. മറ്റു വടക്കിഴക്കൻ സംസ്ഥാനം, ദക്ഷിണേന്ത്യ ആയിരിക്കും മുമ്പ് ഉത്തരേന്ത്യയിലാണ് ഇതിന് ടെസ്റ്റ് ഡോസുകളെല്ലാം നടന്നെങ്കിൽ ഇത്തവണ അത് ദക്ഷിണേന്ത്യയിലായിരിക്കും. കേരളം അടക്കമുള്ളിടത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ SDPയുടെ ഒക്കെ മുന്നണി പോരാളികൾ മുൻനിരയിൽ നിൽക്കും. ചില മതസംഘടനകൾ പബ്ലിക്കായിട്ട് ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവർക്ക് ഈ ഇതര സംസ്ഥാനക്കാർക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കാൻ ചിലപ്പോൾ സാഹിത്യകാരന്മാർ വന്നെന്നിരിക്കും, സിനിമാ താരങ്ങൾ വന്നെന്നിരിക്കും. അങ്ങനെ ഇതൊരു മുൻപ് നമ്മൾ കണ്ടതുപോലെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ഒക്കെ മറ്റൊരു ഫോമായി വരും. ഇത് കുറച്ചുകൂടി രക്തരൂഷിതമായിരിക്കും. ഒരു പക്ഷേ അത് വേറൊരു രീതിയിലുള്ള കലാപമായി മാറും. പക്ഷെ ഇത് അധികം മുൻപോട്ട് പോകില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ഇന്ത്യയാണെന്നും ഭരിക്കുന്നത് മോദിയാണ് എന്നുള്ളതും ഈ കലാപത്തിന് തിരികൊളുത്തുന്നവർക്ക് നന്നായി അറിയാം. ഇത് ഒരു അന്തിമ പോരാട്ടമായിരിക്കും. കാരണം ഇതിവിടെ നടക്കും. അതുകൊണ്ടാണല്ലോ തുടരെ കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ
കുറെ മാധ്യമങ്ങൾ പറയുന്നത് അടുത്തത് ഇന്ത്യയാണ്. അതെ, ഞങ്ങളും കരുതിയിരിക്കുന്നത് അടുത്ത ഇന്ത്യ തന്നെയാണ്. ഈ ഇവര് കലാപത്തിന് ഒരുങ്ങുന്നവർ കരുതിയിരിക്കുന്നത് പോലെ തന്നെ കലാപത്തെ നേരിടാൻ ഒരു വലിയ കരുതൽ ഈ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം കലാപത്തിന് ഇറങ്ങുന്നവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് നിസ്സാരമായ ഒരു സംഘടനയോ ഇല്ല നിസ്സാരമായ ഒരു ജനമോ അല്ല ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനം ഹിന്ദുക്കൾ എന്ന് തന്നെ പറയാം. അതിനകത്ത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഹിന്ദുക്കൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പം RSS മാത്രമല്ല ഹിന്ദു സംഘടനകൾ ഉള്ളത്. ഇപ്പൊ കർണിസേന കണക്കുള്ളവരുണ്ട്, രജപുത് സേന കണക്കുള്ളവരുണ്ട്, കുർമിസേന കണക്കുള്ളവരുണ്ട്. അങ്ങനെ അനവധി സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ സജീവമായി തന്നെ ഉണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അവരും കരുതുന്നുണ്ട്. മുമ്പ് അവരെന്തുകൊണ്ട് കൈവെക്കാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവിന് എപ്പോഴും ഒരു സഹിഷ്ണുതാ മനോഭാവമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നു പാർത്ത കുടിയേറിയവരെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന സമരങ്ങൾ, അതിന് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഭാഷാ വിരോധത്തിന്റെ പേരിൽ അരങ്ങേറുന്ന നാടകങ്ങൾ, ഒപ്പം തന്നെ ഹിന്ദി വിരോധം, ഇതൊക്കെ ആളിക്കത്തിച്ചുകൊണ്ട് വന്നാൽ അത് കൃത്യമായി തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ഒരു വലിയ മൂളയുള്ളൊരു വിഭാഗം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഉള്ളത് കൊണ്ടാണ് അടിക്കടി നരേന്ദ്രമോദി ജയിച്ചു കയറുന്നത്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കൂ. എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപിയെ കളിയാക്കുന്നവരില്ലേ, അദ്ദേഹം ഓട് പൊളിച്ച് വന്നതല്ല. 70,000 വോട്ട് ആ തൃശ്ശൂരിലെ ജനം ചെയ്ത് വിട്ടതാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ മൂന്നാമത് തെരഞ്ഞെടുക്കുന്നത്? സുരക്ഷിതത്വം വേണം ഈ രാജ്യത്തിന്. അതുകൊണ്ടാണ് മോദിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് വിടുന്നത്. അതല്ലാതെ ഈ രാജ്യം ആർക്കെങ്കിലും അടിയറ വെക്കാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരു അണിയറ നടക്കുന്നുണ്ട്, അതൊരു വലിയ ഇതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലേക്ക് വരുമെന്ന്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെ ആ ഒരു ടെസ്റ്റ് ഡോസ് പൊളിഞ്ഞടുങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. വെസ്റ്റ് ബംഗാൾ അടക്കം നിന്ന് കത്തും ദിവസങ്ങളോളം. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പോകുമെന്ന് അറിയത്തില്ല. കാരണം നിയമസഭാ ഇലക്ഷൻ ഒന്നും ഇനി അധികം സമയങ്ങളില്ല, 5-6 മാസമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ അധികം സമയമൊന്നുമില്ല. ഏതായാലും അത് അങ്ങനെയാണ് സംഭവം. ജപ്പാനെ സംബന്ധിച്ച് അത് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം വല്ലാത്ത രീതിയിൽ അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ തെരുവിലിറങ്ങുമെന്നുള്ളത്. ഇപ്പോൾ അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവരിനി അവിടെ കത്തിക്കോ പിടിക്കോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. നമ്മളിത് ഫ്രാൻസിൽ കണ്ടു. അവരും അതിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ്. ഫ്രാൻസും യൂറോപ്യൻ രാജ്യമാണ്, അവര് മുക്ത. UK നമ്മളിത് കണ്ടു കഴിഞ്ഞു. കുറച്ചു നാൾക്ക് മുമ്പ് അവർ കയറി അടിച്ചു പൊളിച്ച് നാശമാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ എല്ലായിടത്തും നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്ത് ഇത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസി ആയിട്ട് അത് നടക്കില്ല. ഇതിനിടയിൽ കയറി ചില രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് അവസാനം രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും കൂടുതലാണ്.